ഹലോ, അനന്തുവാണ് തരംഗം മീഡിയ. ഇന്നത്തെ ഒരു അടിപൊളി ലൈറ്റിൻ്റെ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ നമ്മുടെ വീഡിയോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് മിനിപ്പേളാണ് കേട്ടോ. മിനിപ്പേൾ ഉപയോഗിച്ച് നമുക്ക് ഷാർപ്പിയും LED പാറും എങ്ങനെ ഈസി ആയിട്ട് നമുക്ക് സെറ്റ് ചെയ്യാമെന്നുള്ളതാണ്. മിനിപ്പേളിന് 2 ഔട്ട്പുട്ട് ഉണ്ട്. അതിൻ്റെ ഡീറ്റെയിൽസ് കാര്യങ്ങൾ ഞാൻ പറഞ്ഞുതരാം. പിന്നെ ആദ്യം തന്നെ ഒരു കാര്യം പറയുന്നത്, എല്ലാവരും ക്രോസ് ഓവറിൻ്റെ വീഡിയോ ചെയ്യണമെന്ന് പറഞ്ഞ് ഒത്തിരി മെസ്സേജ് ഉണ്ടായിരുന്നു. അപ്പോൾ 2 കാരണങ്ങൾ കൊണ്ടാണ് ഈ ക്രോസ് ഓവറിൻ്റെ വീഡിയോ ചെയ്യാൻ ഇങ്ങനെ ലേറ്റ് ആണ്. ഒന്ന്, ക്രോസ് ഓവർ എൻ്റെ ഇങ്ങനെ ഒരു നോയ്സൊക്കെ ആയിട്ട് സർവീസ് ചെയ്ത് തിരിച്ചു വന്നേ ഉള്ളൂ. പിന്നെ രണ്ടാമത്തെ കാര്യം, ക്രോസ് ഓവറിൻ്റെ ഡീറ്റെയിൽ ആയിട്ട് വീഡിയോ നമ്മൾ ചെയ്യണമെങ്കിൽ ഹൈ, മിഡ്, ലോ ഈ 3 ഫ്രീക്വൻസി ഞാനത് കറക്റ്റ് ചെയ്യണം. അതായത് സബ്, മിഡ്, ഒരു HF. അപ്പം എൻ്റെ HF എൻ്റെ ഇല്ല. അപ്പോൾ അതൊന്ന് സെറ്റ് ചെയ്യാനുള്ളൊരു ശകലം കാലതാമസമാണ്. ആ HF കൂടെ എൻ്റെ ഒന്ന് കറക്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് കൃത്യമായിട്ട് ഞാനത് ഹൈ, മിഡ്, ലോ എങ്ങനെ ഒരു ക്രോസ് ഓവർ വെച്ച് സെറ്റ് ചെയ്യാമെന്നുള്ളത് ഞാൻ കൃത്യമായിട്ട് നമ്മുടെ സബ്സ്ക്രൈബറിനെ കാണിക്കുന്നതാണ്. അതുകൊണ്ട് മാത്രമാണ് ഡിലേ ആകുന്നത്. എല്ലാവരും സദയം ക്ഷമിക്കണം. അപ്പോൾ ഇന്നത്തെ നമ്മുടെ വീഡിയോ എന്ന് പറയുന്നത്, മിനിപ്പേൾ വെച്ച് ഒരു 6 LED പാറും ഒരു 6 ഷാർപ്പി നമ്മൾ എങ്ങനെ പാച്ച് ചെയ്യാം. അതായത് 2 ഷാർപ്പി ഒരു പേഴ്സണാലിറ്റി, വേറൊരു 4 ഷാർപ്പി വേറൊരു പേഴ്സണാലിറ്റി, LED പാറ്, ഇവ 3 വ്യത്യസ്ത രീതിയിലുള്ള പേഴ്സണാലിറ്റി ഉള്ള ലൈറ്റുകൾ നമുക്ക് എങ്ങനെ മിനിപ്പേളെ ഈസി ആയിട്ട് നമുക്ക് പാച്ച് ചെയ്യാം. അപ്പം എ ഔട്ട് ബി ഔട്ട് എന്ന് പറഞ്ഞ 2 ഔട്ടും ഉണ്ട്. അപ്പോൾ ആ 2 ഔട്ടിൽ നിന്ന് നമുക്ക് ഒരു ഔട്ടിൽ നിന്ന് തന്നെ നമുക്കിത് എങ്ങനെ എടുക്കാൻ പറ്റുമെന്ന് നമുക്ക് ഈസി ആയിട്ട് പഠിക്കാനുള്ളൊരു വീഡിയോ ആണ്. അപ്പോൾ നേരെ നമുക്ക് സമയം കളയുന്നുള്ള വീഡിയോയിലേക്ക് പോകാം. ഓക്കെ ഗായ്സ്, ഇതേ ഇന്ന് നമ്മൾ ചെയ്യാൻ പോകുന്ന വീഡിയോ നിങ്ങളോട് ഞാൻ ആദ്യമേ ഒരു ഇൻട്രൊഡക്ഷൻ പോലെ പറഞ്ഞായിരുന്നു. മാക്കിൻ്റെ 6 പാറും മാക്കിൻ്റെ തന്നെ ഒരു 4 LED പാറുമാണ് നമ്മൾ വെച്ചിരിക്കുന്നത്. ഇപ്പം സന്ധ്യാസമയത്ത് നമ്മൾ രാത്രി ചെയ്തിട്ടേ കാര്യമുള്ളൂ. ലൈറ്റ് കത്തുന്നതെല്ലാം നിങ്ങൾക്കൊന്ന് കാണണമെങ്കിൽ. അപ്പോൾ അതിൻ്റെ സാധനങ്ങളെല്ലാം അടുക്കിയെല്ലാം റെഡിയാക്കി വെച്ചിട്ടുണ്ട്. കണക്ഷനും കാര്യങ്ങളൊന്നും കൊടുത്തിട്ടില്ല. A to Z കാര്യം ഇന്ന് ഞാൻ നിങ്ങൾക്ക് പറഞ്ഞുതരാം. അപ്പം ഇത് മാക്കിൻ്റെ ഒരു മോഡലാണിത്, കണ്ടല്ലോ. ഇതിൻ്റെ പേഴ്സണാലിറ്റി 2ൻ്റെ ഒന്നാണ്. എന്നാൽ ഇതിൻ്റെ 4 പേഴ്സണാലിറ്റി എന്ന് പറഞ്ഞാൽ അത് വേറൊരു പേഴ്സണാലിറ്റിയാണ്. ഈ 4 പാറിൻ്റെ പേഴ്സണാലിറ്റി എന്ന് പറയുന്നത് 7H 3 in 1 7 എന്ന് പറയുന്നൊരു പേഴ്സണാലിറ്റി. അത് നിങ്ങൾക്ക് മിനിപ്പേൾ ഓൺ ആകുമ്പോൾ സമയത്ത് ഞാൻ കാണിച്ചു തരാം. അങ്ങനെ 6 ഷാർപ്പി ഉണ്ടെങ്കിലും 6 ഷാർപ്പി 4 എണ്ണം ഒരു പേഴ്സണാലിറ്റി, 2 എണ്ണം വേറൊരു പേഴ്സണാലിറ്റി, LED പാറ് വേറൊരു പേഴ്സണാലിറ്റി. എല്ലാം 10R+ ആണ്. പക്ഷേ അതിലെ ഗോബോയിലും കാലിലും വരുന്ന വ്യത്യാസം കാരണം പേഴ്സണാലിറ്റി എല്ലാം വ്യത്യാസമാണ്. അപ്പോൾ അത് നമുക്ക് മിനിപ്പേളിൽ എങ്ങനെ ഈസി ആയിട്ട് നമുക്ക് ആഡ് ചെയ്യാം എന്ന് നമുക്ക് കാണിച്ചു തരാം. പിന്നെ മിനിപ്പേള ചെയ്യുമ്പോൾ മിനിപ്പേളിൽ 2 ഔട്ട്പുട്ടാണുള്ളത്. എ ഔട്ടും ബി ഔട്ടും എന്ന് പറഞ്ഞ 2 ഔട്ട്പുട്ടുണ്ട്. അത് ഒന്നുകിൽ ഷാർപ്പി നമുക്ക് എ ഔട്ടിൽ നിന്ന് കൊടുത്തിട്ട് LED പാർ നമുക്ക് ബി ഔട്ട് കൊടുക്കാം. പക്ഷേ ഏതെങ്കിലും ഒരു കേസിൽ നമുക്ക് ഫേസ് ലൈറ്റോ അങ്ങനത്തെ കാര്യങ്ങൾ ഉണ്ടെങ്കിൽ സാധാരണ നമ്മൾ ബി ചാനൽ ഫേസ് ലൈറ്റിനും എയിൽ നിന്നാണ് നമ്മൾ ഷാർപ്പിയും ലേസറും LED പാറും മറ്റു കാര്യങ്ങളെല്ലാം നമ്മൾ പോകുന്നത്. അതെങ്ങനെ നമുക്ക് അതിൽ ആഡ് ചെയ്യാൻ പറ്റുമെന്നാണ് നമ്മൾ നോക്കുന്നത്. അപ്പോൾ അതേ അമ്പാടിയുണ്ട്, കാശി അവിടെ നിന്ന് ഇപ്പോൾ ഉണ്ട് കേട്ടോ. അപ്പോൾ നമ്മൾ ഇതേണ്ട മാക്കിൽ നമ്മളൊരു കോബ് 4 എന്ന് പറഞ്ഞൊരു ഫേസ് ലൈറ്റ് നമ്മൾ മേടിച്ചായിരുന്നു. എന്നാൽ 200 വാട്ടിൻ്റെ. അത് നമ്മൾ അതിൻ്റെ വീഡിയോ നമ്മളന്ന് നമ്മുടെ ഇതിനകത്ത് കാണിച്ചിട്ടുണ്ട്. ഇതിപ്പോൾ നമ്മൾ അതിനു വേണ്ടി വാമാക്കിയിട്ടിരിക്കുകയാണ്. അപ്പം ഇതിൻ്റെ പേഴ്സണാലിറ്റി അഡ്രസ്സ് ചെയ്യുന്നതും കാര്യങ്ങളും ഒക്കെ എങ്ങനെയാണ്, LED പാർ നമ്മൾ എങ്ങനെയാണ് അഡ്രസ്സ് ചെയ്യുന്നത്, അതിൻ്റെ കാര്യങ്ങളാണ് നിങ്ങളെ വിശദമായിട്ട് കാണിച്ചു തരുന്നത്. അപ്പോൾ അതിൻ്റെ കണക്ഷൻ കാര്യങ്ങളിലേക്ക് പോകാം കേട്ടോ. സംഭവം നമ്മൾ ഈ സൈഡിൽ നിന്നാണ് നമ്മൾ തുടങ്ങുന്നത്. അപ്പോൾ ഇവിടുന്ന് നമ്മൾ XLR DMX ഇൻ എന്ന് പറഞ്ഞിട്ടുണ്ട് കേട്ടോ. ഇത് മിക്സറിൽ നിന്ന് നമ്മൾ സ്പ്ലിറ്ററിലോട്ട് പറഞ്ഞ ഒരു കാര്യം പറഞ്ഞോട്ടെ. മിക്സറിൽ നിന്ന് നേരെ നമ്മുടെ സ്പ്ലിറ്ററിലോട്ട് ഔട്ട് വന്നിട്ട് ആ ഔട്ടിൽ നിന്ന് 8 ഔട്ടുണ്ട്. ആ 8 ഔട്ടിൽ നിന്ന് ഏതെങ്കിലും ഒരു ഔട്ട് നമുക്ക് ഇതിൽ നിന്ന് കൊടുക്കാം. ആ സ്പ്ലിറ്ററിൽ നിന്ന് തന്നെയാണ് നമ്മൾ LED പാറിലേക്കും പോകുന്നത്. അപ്പം ആ സ്പ്ലിറ്ററിൽ നിന്ന് വരുന്ന ഔട്ട് നേരെ ഈ DMX ഇന്നേ കൊടുക്കാം. കൊടുത്താൽ മതി. അപ്പോൾ അത് സ്പ്ലിറ്ററിൽ നിന്നുള്ള ഔട്ട് നേരെ വന്ന് നമ്മുടെ മാക്കിൻ്റെ പാറിൻ്റെ 1ാമത്തെ ഷാർപ്പിയുടെ ഇൻപുട്ട് DMX ഇൻപുട്ടൊക്കെ കയറുകയാണ്. അവിടുന്ന് DMX ഔട്ട് ഒരു XLR കേബിൾ ഇട്ട് നമ്മൾ പാച്ച് ചെയ്യുന്നു. അവിടുന്ന് ആ കേബിൾ നേരെ അടുത്ത പാറിൻ്റെ DMX ഇൻപുട്ടേ വന്ന് കയറുന്നു.
അടുത്ത ഒരു XLR നമ്മൾ എടുത്തു. അടുത്ത ഒരു XLR എടുത്ത് DMX ഔട്ട്. നിങ്ങൾക്ക് നല്ല വ്യക്തമായിട്ട് കാണാമല്ലോ. DMX ഔട്ട് കണക്ട് ചെയ്തിട്ട് അടുത്ത ഷാർപ്പിയുടെ DMX ഇന്നയിലോട്ട് കൊടുക്കുന്നു. അവിടെ നിന്ന് വീണ്ടും DMX ഔട്ട് നമ്മളൊരു XLR കണക്ട് ചെയ്തിട്ട് നാലാമത്തെ ഷാർപ്പിയുടെ DMX ഇന്നയിലോട്ട് കൊടുക്കുന്നു. വീണ്ടും നമ്മൾ ഈ സെയിം പ്രൊസീജിയർ തന്നെ ഒരു XLR എടുത്ത് DMXന്റെ ഔട്ടയിലേക്ക് കൊടുക്കുന്നു. അവിടുന്ന് അഞ്ചാമത്തെ ഷാർപ്പിയുടെ DMX ഇന്നെ കൊടുക്കുന്നു. കണ്ടല്ലോ, അഞ്ചാമത്തെ ഷാർപ്പിയുടെ DMX ഔട്ട് നമ്മൾ നേരെ എടുത്ത് ആറാമത്തെ ഷാർപ്പിയുടെ DMX ഇന്നെ കൊടുക്കുന്നു. ഞാൻ ഒന്നുകൂടി പറഞ്ഞുതരാം, നിങ്ങൾക്ക് വ്യക്തമായിട്ട് മനസ്സിലാകാൻ വേണ്ടിയാണ് ഞാൻ ഇത്രയും സ്ലോയിലായിട്ട് പറയുന്നത്. കാരണം നമ്മുടെ വീഡിയോ കാണുന്ന ഒരാൾക്ക് പോലും ഒരു ഡൗട്ട് ഉണ്ടാകരുത്, അതുവേണ്ടിയാണ്. ഒന്നാമത്തെ ഷാർപ്പിയുടെ DMX ഇന്ന് സ്പ്ലിറ്റർ എന്നുള്ള ഇൻപുട്ട് വന്ന് സിഗ്നൽ കയറുന്നു. അവിടുന്ന് DMX ഔട്ട് എടുത്ത് രണ്ടാമത്തെ ഷാർപ്പിയെ നമ്മൾ കയറുന്നു. അവിടുന്ന് രണ്ടാമത്തെ ഷാർപ്പിയെ DMX ഔട്ട് എടുത്ത് മൂന്നാമത്തെ DMX ഇന്ന് കൊടുക്കുന്നു. മൂന്നാമത്തെ ഷാർപ്പിൽ നിന്ന് DMX ഔട്ട് കയറി നാലാമത്തെ DMX ഇന്ന് വരുന്നു. നാലാമത്തേൻ്റെ DMX ഔട്ട് നേരെ കയറി അഞ്ചാമത്തേൻ്റെ DMX ഇന്ന് വരുന്നു. അവിടുന്ന് അഞ്ചാമത്തേൻ്റെ ഔട്ട് നേരെ കയറി ആറാമത്തേൻ്റെ DMX ഇന്ന് വരുന്നു. നമ്മൾ സ്നേക്ക് കേബിളാണ് ഇട്ടിരിക്കുന്നത്. സ്നേക്ക് കേബിൾ 4 ചാനൽ സ്നേക്ക് കേബിളാണ്. അതിൽ ഒന്നാമത്തെയാണ് നമ്മൾ ഷാർപ്പിക്ക് ഇട്ടിരിക്കുന്നത്. അപ്പോൾ ഇനി സ്പ്ലിറ്റർ ലെവലാണ് കൊടുത്തിരിക്കുന്നുള്ള കാര്യം നിങ്ങളെ ഞാൻ കാണിച്ചു തരാം. വാ, നമ്മൾ കൺസോൾ എടുത്ത് വെച്ചിട്ടുണ്ട്. അതിൻ്റെ തൊട്ടടുത്ത് തന്നെ നമ്മൾ സ്പ്ലിറ്റർ വെച്ചിട്ടുണ്ട് കേട്ടോ. ഈ സ്പ്ലിറ്ററിൻ്റെ പുറയിൽ ഒരു AC ഇൻപുട്ട്, DMX ഇന്ന്, DMX ഔട്ട്. അതായത് നമ്മൾ രണ്ട് സ്പ്ലിറ്ററൊക്കെ വെക്കുമ്പോൾ ഒരു ഇൻപുട്ട് വന്ന് കയറിയിട്ട് ഈ ഔട്ട് എടുത്താണ് അടുത്ത സ്പ്ലിറ്ററിൻ്റെ ഇൻപുട്ട് കൊടുക്കുന്നത്. ഈ സ്പ്ലിറ്ററിൻ്റെ ഔട്ട്പുട്ട് എന്ന് പറയുന്നത് ഈ 8 ഔട്ടാണ്. 1 2 3 4 5 6 7 8. ഈ 8 ഔട്ടിൽ നിന്നും 4 ഔട്ടാണ്. നമ്മൾ 4 ചാനലായതുകൊണ്ട് 4 ഔട്ട് നമ്മൾ എടുത്തിട്ടേ ഉള്ളൂ. നമുക്ക് ശരിക്കും അവിടെ 2 ഔട്ട് മതി. 2 ഔട്ട് മതി എന്ന് പറയുന്നതിൻ്റെ കാരണം 4 ഷാർപ്പിയും 2 അഡ്രസ്സാണ്. പേഴ്സണാലിറ്റി ആണെങ്കിലും നമുക്കത് ഒരേപോലെ പാച്ച് ചെയ്യാൻ പറ്റും. അത് നമ്മൾ കൊടുക്കാൻ വേണ്ടിയാണ് നമ്മൾ ഒന്നിച്ച് അടുപ്പിച്ച് 6 എണ്ണം കൂടി ഇട്ടിരിക്കുന്നത്. 2 പേഴ്സണാലിറ്റി ആണെങ്കിലും എൻ്റെ ഒരു ആദ്യത്തെ ഇതിനെക്കുറിച്ചൊക്കെ അറിയുന്നതിന് മുമ്പ് എൻ്റെ ധാരണയും 2 പേഴ്സണാലിറ്റി ആണെങ്കിൽ 2ആയിട്ട് പാച്ച് ചെയ്യണമെന്നായിരുന്നു. ആ 2ആയിട്ട് പാച്ച് ചെയ്യേണ്ട കാര്യമില്ല, നമുക്ക് ഒന്നിച്ച് തന്നെ പാച്ച് ചെയ്ത് പോവാം. പിന്നെ നമ്മുടെ സ്നേക്ക് കേബിളിൻ്റെ ഒരെണ്ണം നമ്മൾ താഴെ വേണ്ടേ പാറിരിപ്പുണ്ട്. അത് 7H ആണ് പാറ്. ആ പാറ് നമ്മൾ 1 2 3 4 എണ്ണമാണ് ചെയ്തിരിക്കുന്നത്. ഇതിനെ അഡ്രസ്സ് ചെയ്യുന്ന സമയത്ത് ഞാൻ നിങ്ങൾക്ക് അതെങ്ങനെയാണ് അഡ്രസ്സ് ചെയ്യുന്നത് ഞാൻ കൃത്യമായിട്ട് പറഞ്ഞുതരാം. ഓക്കെ, അടുത്ത നമ്മൾ AC ചാർജ് ചെയ്യാണ്. ഈ ഷാർപ്പിക്ക് നമ്മൾ അതിൻ്റെ കമ്പനി AC കോഡ് തന്നെയാണ് നമ്മൾ ഉപയോഗിക്കുന്നത് കേട്ടോ. നമ്മൾ സാധാരണ ഇതിന് നമ്മളിങ്ങനെ വൈ അടിച്ചിട്ടുണ്ടായിരുന്നു. ഇത് നമ്മൾ പുത്തൻ ഷാർപ്പി എടുത്തുകൊണ്ട് വൈ അടിക്കാനുള്ള സമയം കിട്ടിയില്ല, അതുകൊണ്ട് 3 പിൻ ടോപ്പ് തന്നെയാണ്. അപ്പോൾ നമ്മൾ അഡീഷണൽ സ്വിച്ച് ബോർഡ് വെച്ചിട്ടുണ്ട്. പിന്നെ കൂടാതെ അതിന് നമ്മൾ വൈ അടിച്ചിരിക്കുന്നുണ്ട്. ഇപ്പോൾ തമ്മിൽ പാച്ച് ചെയ്തിട്ട് നമ്മൾ 4 തമ്മിൽ പാച്ച് ചെയ്തിട്ട് AC കോഡ് ഇടുന്നതായിരിക്കും കേട്ടോ. അപ്പോൾ ഇത് മാത്രം നമ്മൾ കമ്പനി AC കോഡ് ഇടുവാണ് കണ്ടോ. കാരണം നമുക്ക് പാച്ച് ചെയ്യാനുള്ള ഇത് കിട്ടിയില്ല, അതുകൊണ്ടാണ്. ഓക്കെ, ഇതെന്തായാലും നീക്കി വെച്ചു നല്ല കിട്ടത്തുള്ളൂ. ആ രണ്ട് ഷാർപ്പിയുടെ നമ്മൾ കൊടുത്തിട്ടുണ്ട്. ഇതാണ് നമ്മൾ മാറ്റേണ്ട. ഇനി നമ്മളിത് ഇവിടെ നിന്ന് കട്ട് ചെയ്ത് നമ്മൾ എൽകോം ഇട്ട് അടിച്ച് വൈ ആക്കും. നമുക്ക് എളുപ്പമാണ് അതിന്. അപ്പം അടുത്ത് നമ്മൾ പാച്ച് ചെയ്യാണ് കണ്ടോ. ഇതിൻ്റെ ഒരു ഗുണമെന്ന് വെച്ചാൽ നമുക്ക് ഒരു AC വന്നു കഴിഞ്ഞാൽ ഒന്ന് കാണിച്ചു കൊടുത്താൽ മതി. AC വന്നു കഴിഞ്ഞാൽ നമുക്ക് അടുത്തടുത്താണ് ഇരിക്കുന്നതെങ്കിൽ ആ എൽകോം തന്നെ നമുക്ക് ഇതുണ്ട്. നമ്മളൊരു അത്യാവശ്യം ശകലം നീളം ഇട്ടിട്ടുള്ളൂ, എന്നാലും കേബിൾ ഒരുപാട് നമുക്ക് യൂസ് ചെയ്യാതെ വൈ അടിച്ച് അങ്ങ് പോകാൻ പറ്റും. കൊടുക്കുക, അത് എത്തും അല്ലേ. എടാ ഇതുവഴി എടുക്കണം, ഇപ്പുറത്തോട്. അപ്പം നമ്മൾ AC എല്ലാം ചാർജ് ചെയ്തിട്ടുണ്ട്. ഇനി നമുക്ക് പാറിൻ്റെയും കൂടി കണക്ഷൻ കൊടുത്തിട്ട് നമുക്ക് ഒന്നിച്ച് അഡ്രസ്സ് ചെയ്യാം. അപ്പം നിങ്ങൾക്കും എളുപ്പമെന്ന് മനസ്സിലാവും. ഓക്കെ, നമ്മൾ വേണ്ടതേ ഇവിടെ ഒരു
AC ഔട്ട്പുട്ട് വന്ന് കിടപ്പുണ്ടായിരുന്നു നമ്മുടെ ഷാർപ്പിയുടെ. അവിടുന്ന് നമ്മളൊരു എൽക്കോം ഇട്ട് നേരെ നമ്മൾ വേണ്ടത് ഷാർപ്പി LED പാറിന് കൊടുക്കുകയാണ്. LED പാർ നമ്മൾ 4 വെച്ചിട്ടുണ്ട്. ജസ്റ്റ് അഡ്രസ്സ് ചെയ്യുന്ന കാണിക്കാൻ വേണ്ടിയാണ് നമ്മൾ 4 വെച്ചിരിക്കുന്നത്. നമുക്കിപ്പോൾ ഇതുപോലെ തന്നെ ഞാൻ പറഞ്ഞുതരാം. അപ്പം നമുക്ക് ഇപ്പോൾ 4 സ്ഥാനത്ത് 4, 10, 20, 30, 50, 60 എത്രയാണെങ്കിലും നമുക്ക് ഈ ഒരു പാറ്റേൺ അനുസരിച്ച് നമുക്ക് പാച്ച് ചെയ്ത് പോകാൻ പറ്റുന്നതാണ്. അപ്പോൾ അത് നിങ്ങൾക്കും ജസ്റ്റ് മനസ്സിലാകാൻ വേണ്ടിയാണ് ഞാൻ 4 ജസ്റ്റ് വെച്ചിട്ടേ ഉള്ളൂ കേട്ടോ. ഓക്കെ, അപ്പോൾ ആ AC കൊണ്ട് കൊടുത്തിട്ട് അഡ്രസ്സ് ചെയ്യുന്ന കാണിച്ചു തരാം. അപ്പോൾ അതെ ഗൈസ്, നമ്മൾ ആ AC പാച്ച് ചെയ്യാണ്. ഒന്നാമത്തെ LED പാർ സപ്ലൈ അടപ്പുണ്ടായിരുന്നോ? രണ്ടാമത്തെ പാറയിലിട്ട് കൊടുക്കുവാണ്. അത് നമ്മൾ വേറെ പ്രോഗ്രാമിനെ നമ്മൾ അഡ്രസ്സ് ചെയ്തുകൊണ്ടാണ് റെഡ് കിടക്കുന്നത്. ഇപ്പം നമ്മൾ മാറ്റുമ്പോൾ ഞാൻ കാണിച്ചു തരാം. ഓക്കെ, അഡ്രസ്സ് LED പാറിൻ്റെ 10, 20 ആക്കുക. ഇടയ്ക്ക് അപ്പം മച്ചന്മാരെ ഇപ്പം ഇവിടുത്തെ കിടക്കുന്ന A001 ആണ്. അപ്പം നമ്മൾ A001 മാറ്റി ഇത് A010 ആക്കുകയാണ് കേട്ടോ. അതായത് 10, 20, 20, 30, 40 4 പാറുള്ളൂ. 10 വീതം കൂട്ടി പോവാം. അതെന്താണെന്ന് ഞാനിപ്പോൾ പറഞ്ഞുതരാം. പാറ് 10 വീതം ആക്കുക. A0010. രണ്ടാമത്തെ പാറ് A0020. A0020. അടുത്തത് A030. അടുത്തത് A0040. കാശി ഉച്ചയൊക്കെ അത് പറയുന്നതല്ലേ. അപ്പോൾ ഗായ്സ് നിങ്ങൾ കണ്ടല്ലോ അതെ A010, A020, A030, A040. അപ്പം പാറിൻ്റെ എല്ലാം നമ്മൾ അങ്ങനെ അഡ്രസ്സ് ചെയ്തിട്ടുണ്ട്. ഇനി നമ്മൾ ഷാർപ്പി അഡ്രസ്സ് ചെയ്യുന്ന എങ്ങനെയാണെന്ന് കാണിച്ചു തരാം. ഓക്കെ, അപ്പോൾ ഗായ്സ് നമ്മളപ്പം സ്പ്ലിറ്ററിൽ നിന്നുള്ള 4 ഔട്ട്പുട്ട്, ആ 8 ഔട്ടിൽ നിന്ന് ഒരു 4 നമ്മൾ എടുത്തിട്ടേ ഉള്ളൂ. ആ 4 ഔട്ടിൽ നിന്ന് ഒന്നാമത്തെ നമ്മൾ ഷാർപ്പിക്ക് കൊടുത്തു. രണ്ടാമത്തെ നമ്മൾ LED പാറിന് കൊടുക്കുവാണ്. ഒരു XLR ഇട്ട് പാച്ച് ചെയ്തിട്ട് നേരെ അത് ഫ്രണ്ടിലോട്ട് കൊടുക്കുക. നമ്മൾ സാധാരണ പാച്ച് ചെയ്യുന്ന പോലെ തന്നെ ആ DMX ഇന്ന് നേരെ LED പാറിൻ്റെ DMX ഇന്ന് കൊടുക്കുക. അവിടുന്ന് ഒരു ഔട്ട് നേരെ അടുത്ത LED പാറിൻ്റെ DMX ഇന്ന് കൊടുക്കുക. ആ LED പാറിൻ്റെ DMX ഔട്ട് ഇറങ്ങി മൂന്നാമത്തെ LED പാറിൻ്റെ ഇന്ന് വരിക. മൂന്നാമത്തെ ഔട്ട് വന്ന് നാലാമത്തെ ഇന്ന് കയറുക. കണ്ടോ, ഞാൻ ഇത്ര ഡീറ്റെയിൽ ആയിട്ട് പറയുന്നതെന്ന് പറയാം. നമ്മുടെ ഒത്തിരി സബ്സ്ക്രൈബർ എന്നെ പേഴ്സണലായിട്ട് വിളിക്കുന്നുണ്ട്. അവർക്ക് ഞാൻ പറഞ്ഞു കൊടുക്കുന്നുണ്ട്. എനിക്ക് പറ്റാവുന്ന അത്രയും ഞാൻ അത് തവണ അവർക്ക് പറഞ്ഞു കൊടുക്കുന്നുണ്ട്. അത് അവർക്ക് എല്ലാവർക്കും ബോധ്യപ്പെട്ട കാര്യമാണ്. ഒരു മടുപ്പ് പോലും കൂടാതെ എത്ര പ്രാവശ്യമാണ് ഞാൻ പറഞ്ഞു കൊടുക്കുന്നത്. കാരണം നമ്മളിങ്ങനെ നേരത്തെയൊക്കെ അറിയാതെ ഒരുപാട് ബുദ്ധിമുട്ടിയുണ്ട്. എന്നെ അങ്ങനെ വിളിച്ചു ചോദിക്കുമ്പോൾ എനിക്ക് സത്യം പറഞ്ഞാൽ നമ്മുടെ ഒരു പഴയ ഒരു അവസ്ഥയാണ് ഓർമ്മ വരുന്നത്. അത് കാരണം എത്ര തവണയാണ് ഞാൻ പറഞ്ഞു കൊടുത്തിട്ടുണ്ട്. അത് എന്നെ വിളിച്ച എല്ലാവർക്കും അത് അറിയാവുന്ന കേസ് കേട്ടാണ്. ഒരു മടുപ്പോ ബുദ്ധിമുട്ടോ കൂടാതെ ഞാൻ അവർക്ക് പറഞ്ഞു കൊടുക്കും. ഇനിയാണെങ്കിലും പറഞ്ഞു കൊടുക്കും. അപ്പം അവർക്ക് വേണ്ടിയാണ് ഈ വീഡിയോ. അപ്പം അവർക്ക് ഇനി ഒരു സംശയം കൂടാതെ ഒരു പ്രോഗ്രാം സ്ഥലത്ത് ചെന്നാൽ അടിപൊളിയായിട്ട് വർക്ക് ചെയ്തിട്ട് നല്ല അന്തസ്സായിട്ട് പോകണം. അപ്പോൾ അവർക്ക് വേണ്ടിയാണ് ഈ വീഡിയോ കേട്ടോ. അപ്പം പാച്ച് ചെയ്തിരിക്കുന്ന എല്ലാം മനസ്സിലായല്ലോ. LED പാറ അഡ്രസ്സ് ചെയ്ത് നിങ്ങൾ കണ്ടല്ലോ. 10, 20, 30, 40. ഇനി ഷാർപ്പി അഡ്രസ്സ് ചെയ്യുന്നത് എങ്ങനെയാണ്? കാശി ഇടയ്ക്ക് വരുന്നുണ്ട് കേട്ടോ. ഇനിയും ഷാർപ്പി അഡ്രസ്സ് ചെയ്യുന്നത് എങ്ങനെയാണെന്ന് ഞാൻ കാണിച്ചു തരാം. ഓക്കെ ഗൈസ്, ഓരോ ഷാർപ്പി കാശിയാണ് ഓണാക്കുന്നത് കേട്ടോ. ഓരോന്ന് കാശിയാണ്. എല്ലാത്തിനും ലോക്ക് മാറ്റിയായിരുന്നോ? അതിനകത്ത് മാത്രമല്ലേ ഉള്ളൂ ആ മോഡലിന്. ഇതിൻ്റെ സ്റ്റിക്കർ ഇളയിപ്പോയി.
ഇതിൻ്റെ അത് കുഴപ്പമില്ല, കിടന്നട്ടെ. അതിൻ്റെ സ്റ്റിക്കർ പറഞ്ഞു പോയി ഗൈസ്. അപ്പോൾ തന്നെ ഈ പശ അവർ ഒട്ടിക്കുന്ന സാധനം പെട്ടെന്ന് പറഞ്ഞു. ഇത് കണ്ടത് കണ്ടോ, കണ്ടോ, അത് പറഞ്ഞു പോകും. അപ്പം അത് ഒന്നിൻ്റെ കുഴപ്പമില്ല, അവരുടെ കുഴപ്പമല്ല. ഈ സാധനം വർക്ക് ചെയ്യുമ്പോഴേ ചൂടാവുന്നുണ്ട്. ഇതുണ്ടോ, അങ്ങനെ ഒരു നനവുണ്ട് ഗൈസ്. അവത്തെ ഇവത്തല്ല ഈ ഈർപ്പം വരുന്നല്ല. ഇത് കണ്ടോ, കണ്ടോ, ഒരു ഈർപ്പം വരുന്നതാണ്. അതെല്ലാം മിക്ക ഷാർപ്പിക്കും ഉണ്ട്. അതിൻ്റെ ഒരു വിഷയമാണ്. അപ്പം ഇത് കണ്ടോ, ഇത് പറഞ്ഞു പോകുന്നുണ്ട്. അപ്പം ഇത് പറഞ്ഞു പോകുന്നുണ്ട്, നമ്മളിത് താഴെ തന്നെ വെക്കുകയാണ്. അത് പറഞ്ഞു പോകുന്നതിന് എടുത്തോളാം. നമുക്കത് നല്ല പശ വെച്ച് വേറെ ഒട്ടിക്കണം. അപ്പം ഇനി ഷാർപ്പി അഡ്രസ് ചെയ്യാൻ പോവാണ്. ഒന്നാമത്തെ ഷാർപ്പി (001) അത് കറക്റ്റ് ആണ്. ഒന്നാമത്തെ ഇത് ഷാർപ്പി നമ്മൾ അഡ്രസ് ചെയ്തു. ഈ രണ്ടാമത്തെ അത് കുഴപ്പമില്ല, ഇതും 1 കിടക്കുന്നത്. അപ്പം അത് DMX കാണാമല്ലോ. DMX 17 വരേണ്ടത്. അപ്പം നമ്മൾ 14, 15, 16, 17 ഇപ്പം എൻ്റർ ചെയ്യുക. ഓക്കെ കൊടുക്കുക. 0017 ഇനി അടുത്ത കൊടുക്കേണ്ടത് 33. മേലോട്ട് 33 കൊടുക്കുന്നത്. 16 വീതം കൂട്ടിക്കൂട്ടിയാണ് കേട്ടോ കൊടുക്കുന്നത്. 33 എൻ്റർ അടിക്കുക. 33. അടുത്തത് 49 അല്ലേ? അടുത്തത് 49. 33, 16, 49. ആ ബട്ടൺ നിൽക്ക്. ഒരു മയത്തിന് നോക്കിയാൽ മതി. ഇതെല്ലാം എന്താ പറയുക ഗൈസ്, ഇതെല്ലാം ടച്ചാണ് എങ്കിൽ പറഞ്ഞാലും വലിയ ഹാർഡായിട്ട് വെച്ചാൽ ചിലപ്പോൾ അത് പോകാം. 49. അതെത്ര വരുന്നത്? 65 അല്ലേ? അടുത്തത് 49, 16, 65. മതി. 65. അടുത്ത വരുന്ന 81 അല്ലേ? അടുത്ത വരുന്നത് 81. 65, 16, 81 അല്ലേ ഗൈസ്? അടുത്ത് വരുന്ന ലാസ്റ്റ് 6ാമത്തെ പാർ വരുന്ന 81. അങ്ങനെ മതി. അപ്പം ഒന്നുകൂടി പറയാണ്. ഒന്നാമത്തെ പാറ് 001, രണ്ടാമത്തെ 017, 33, 49, 65, 81 അങ്ങനെയാണ് ഷാർപ്പി അഡ്രസ്സ് ചെയ്തിരിക്കുന്നത്. ഇനി നമുക്ക് നേരെ കൺസോളിലോട്ട് പോകാം. ആദ്യം സ്പ്ലിറ്റർ ഓണാക്കുക. കാശി കൊണ്ട് ചില മാറിയേക്ക്. ഇനി അടുത്ത് നമ്മൾ കൺസോൾ ഓണാക്കുക. ഓണാക്കിയോ? കാശി ഓണാക്കിയോ? അപ്പം ഇത് നമ്മൾ കൺസോൾ ഓണാക്കിയിട്ടുണ്ട്. അപ്പോൾ ഗൈസ് ദേ സ്പ്ലിറ്ററിനുള്ള ഇൻപുട്ട് നമ്മൾ കൊടുക്കുവാണ്. ഇൻപുട്ട് കൊടുത്തു. മിക്സറിൻ്റെ പുറയിൽ ഒന്ന് കാണിച്ചു കൊടുത്തേ. മിക്സറിൻ്റെ പുറയിൽ
A1 ഔട്ട് B1 ഔട്ട് ഇങ്ങനെ രണ്ടാണ്. നമ്മൾ ഈ A1 തന്നെ ഷാർപ്പി LED പാർ എങ്ങനെ പാച്ച് ചെയ്യാന്നുള്ളതാണ് നമ്മൾ ഇന്നത്തെ കാണിക്കാൻ പോകുന്നത് കേട്ടോ. ഓക്കെ, അപ്പം A1 നമ്മൾ കൊടുത്തു. മിക്സറെ കണക്ട് ചെയ്തുകൊണ്ട് തന്നെ ഫ്രണ്ടിലത്തെ സിഗ്നലുകളെല്ലാം കത്തിയിട്ടുണ്ട് കേട്ടോ. 8 ഔട്ട്പുട്ടും ലോഡായി എന്നുള്ളതാണ് ഈ ഇൻഡിക്കേറ്റർ കാണിക്കുന്നത് കേട്ടോ. ഓക്കെ, അപ്പോൾ ഗായ്സ് നമ്മൾ അഡ്രസ്സ് നിങ്ങൾ ചെയ്ത് കണ്ടായിരുന്നല്ലോ, അതിലൊരു ചെറിയൊരു മാറ്റമുണ്ട്. LED പാറിൻ്റെ അഡ്രസ്സ് നമ്മൾക്ക് ഒന്ന് മാറ്റേണ്ട ആവശ്യമുണ്ട്. കാരണം നമ്മൾ മിനിപ്പേള കയറ്റുമ്പോൾ അത് പേജ് മാറിപ്പോവും. ആ ഒരു അഡ്രസ്സിൽ ഇത് എടുക്കുന്നില്ല. എനിക്കൊന്ന് പേഴ്സണാലിറ്റി ആയിരിക്കും. അപ്പോൾ നമ്മൾ ആ പേഴ്സണാലിറ്റി നമ്മൾ വീണ്ടും ഒന്നുകൂടി റീസെറ്റ് ചെയ്തിട്ട് അഡ്രസ്സ് മാറ്റിയപ്പോൾ റെഡിയായി. അത് ഞാൻ നിങ്ങൾക്ക് കൃത്യമായിട്ട് പറഞ്ഞു തരുന്നത്. നിങ്ങളോട് ആദ്യം ഞാൻ 10, 20, 30, 40 എന്നുള്ള ഒരു രീതിയിലാണ് അഡ്രസ്സ് എന്ന് പറഞ്ഞ്, അത് കഴിഞ്ഞ് ഞാൻ അഡ്രസ്സ് മാറ്റിയിട്ട് ഓണാക്കിയാൽ നിങ്ങളാരും അത് ശ്രദ്ധിക്കത്തില്ല. പക്ഷെ അത് ശരിയല്ലല്ലോ. നമ്മളൊരു കാര്യം വ്യക്തമായിട്ട് പറഞ്ഞു തരുമ്പോൾ അതിലെന്തെങ്കിലും മൈന്യൂട്ടായിട്ടുള്ള വ്യത്യാസം ഉണ്ടെങ്കിൽ അത് നിങ്ങൾക്ക് പറഞ്ഞു തരണം. നാളെ ഒരു പ്രോഗ്രാം സ്ഥലത്ത് പോയി കഴിഞ്ഞാൽ നിങ്ങൾക്ക് അത് പ്രയോജനപ്പെടേണ്ടതാണ്. അതുകൊണ്ട് നമ്മൾ 10, 20, 30, 40 എന്നുള്ളതിന് പകരം എത്ര 100 അല്ലായിരുന്നോ? 100, 110, 120, 130 അങ്ങനെ ആക്കിയിരിക്കുകയാണ്. അതായത് 100, 110, 120, 130 അങ്ങനെ നമ്മൾ അഡ്രസ്സ് ചെയ്തിരിക്കുകയാണ്. അപ്പം അങ്ങനെ ചെയ്തോ? അപ്പം അങ്ങനെ നമ്മൾ ചെയ്തിട്ടുണ്ട്. ഇതാണ് കേട്ടോ, 100, 110, 120, 130. അപ്പം ഒന്നും കൂടി ഞാൻ പറയാണ്. ഒരു ഔട്ട് സിഗ്നൽ കയറി വന്ന് ഒന്നാമത്തെ ഷാർപ്പിയുടെ എൻഡിൽ കയറിയിട്ടുണ്ട്. ഇന്നിൽ കയറിയിട്ട് 1, 17, 33, 49, 65, 81 പാറിൻ്റെ വരുന്നത് 100, 110, 120, 130 അങ്ങനെയാണ്. ഇനി നമുക്ക് മിനിപ്പേള എങ്ങനെയാണ് ചെയ്യുന്നത് നമുക്ക് നോക്കാം. ബാ. അപ്പോൾ ഗൈസ്, നമ്മളപ്പം അഡ്രസ്സ് നമ്മൾ ഷാർപ്പിയിലെ LED പാറ അഡ്രസ്സ് ചെയ്ത് നിങ്ങൾ കണ്ടു. ഇനി നമ്മൾ മിനിപ്പേളയിലോട്ട് അഡ്രസ്സ് ചെയ്യാൻ പോവാണ്. അപ്പോൾ നമ്മൾ ആദ്യമായിട്ട് ചെയ്യേണ്ടത് പാച്ച് എന്ന് പറഞ്ഞിരിക്കുന്ന ബട്ടൺ നിൽക്കുമ്പോൾ പാച്ച് പിക്ചർ എന്ന് പറഞ്ഞ് ഒരു ഓപ്ഷൻ വരും. B ആണ് അത് വന്നിരിക്കുന്നത്. ആ BA നിൽക്കുക. BA നെക്കി കഴിയുമ്പോൾ നമ്മുടെ കൺസോളിൽ കിടക്കുന്ന എല്ലാ പേഴ്സണാലിറ്റികളും 1 by 1 ആയിട്ട് ഇതിൻ്റെ ഡിസ്പ്ലേക്കകത്ത് ഒന്ന് ചിലപ്പോൾ അടുത്ത് കാണിച്ചു കൊടുത്ത് ഈ ഡിസ്പ്ലേക്കകത്ത് വന്നുകൊണ്ടിരിക്കും. അപ്പോൾ നമ്മൾ ഒന്നാമത്തെ 1, 17 ചെയ്തിരിക്കുന്ന ഷാർപ്പിയുടെ പേഴ്സണാലിറ്റി എന്ന് പറയുന്നത് ഈ 12ാമത്തെ പേഴ്സണാലിറ്റിയാണ്. മാക് 10R PS എന്ന് പറയുന്ന പേഴ്സണാലിറ്റിയാണ്. അപ്പോൾ അത് നമ്മൾ ക്ലിക്ക് ചെയ്യുക. ക്ലിക്ക് ചെയ്യുമ്പോൾ 001 അവിടെ നമ്മൾ അഡ്രസ്സ് ചെയ്തിരിക്കുന്നതും 001 ആണ്. അത് നമ്മളിത് ഒന്നാമത്തെ ബട്ടൺ നിൽക്കുമ്പോൾ അവിടെ രണ്ടാമത് 017 എന്ന് പറഞ്ഞ നമ്പറിലേക്ക് പോകും. രണ്ടാമത്തെ ഷാർപ്പി നിങ്ങൾ ഓർക്കുന്നുണ്ടല്ലോ, 017 എന്ന് പറഞ്ഞാൽ നമ്മൾ അഡ്രസ്സ് ചെയ്തിരിക്കുന്നത്. നമ്മൾ 2 നിൽക്കി കഴിയുമ്പോൾ അടുത്തത് വരുന്നത് 033 ആണ്. അപ്പം ഇത് അടുത്ത 3 നിൽക്കുന്നതിന് മുമ്പ് നിങ്ങൾ ഒന്ന് നോക്കുക, അടുത്ത 4 ഷാർപ്പിയുടെ പേഴ്സണാലിറ്റി വേറെയാണ്. അപ്പം ഈ ഒരു അഡ്രസ്സ് നമ്മൾ കൊടുത്താൽ വരത്തില്ല. അതുകൊണ്ട് വേറെ വലിയ ബുദ്ധിമുട്ടോ കാര്യങ്ങളൊന്നുമില്ല. ജസ്റ്റ് ഈ എക്സിറ്റ് എന്ന് പറഞ്ഞിരിക്കുന്ന ഈ ബട്ടണിൽ ഒന്ന് ക്ലിക്ക് ചെയ്ത് കഴിയുമ്പോൾ നമ്മൾ പഴയ പേഴ്സണാലിറ്റി വന്ന ആ ഒരു പേജിലേക്ക് പോകും. അപ്പം നമ്മൾ നേരെ മേളിലോട്ട് പോവുക. മേളിലോട്ട് പോകുമ്പോൾ ആ 4 ഷാർപ്പിയുടെ പേഴ്സണാലിറ്റി എന്ന് പറയുന്നത് 230W 10R എന്ന് പറഞ്ഞിരിക്കുന്നതാണ്. അതേ നമ്മൾ ക്ലിക്ക് ചെയ്യുക. ക്ലിക്ക് ചെയ്യുമ്പോൾ ആ സെയിം തന്നെ പേഴ്സണാലിറ്റിയുടെ നമ്പറാണ് അവിടെ വരുന്നത്. 033 അഡ്രസ്സാണ്. അത് നമ്മൾ മൂന്നാമത്തെ പാറ നിൽക്കുക. അപ്പോൾ അടുത്ത 4ാമത്തെ പാറ നമ്മൾ അവിടെ 4ാമത്തെ ഷാർപ്പിക്ക് നമ്മൾ അഡ്രസ്സ് ചെയ്തിരിക്കുന്നത് 049 ആണ്. അപ്പോൾ ആ 4ാമത്തെ ബട്ടൺ നമ്മൾ നിൽക്കുമ്പോൾ അടുത്ത 5ാമത്തെ ഷാർപ്പി നമ്മൾ അഡ്രസ്സ് ചെയ്തിരിക്കുന്നത് 065 ആണ്. അപ്പം വീണ്ടും 5ാമത്തെ നമ്പറെ നിൽക്കുമ്പോൾ 6ാമത്തെ പാറിലേക്കുള്ള ഷാർപ്പിയിലേക്കുള്ള 083 എന്ന് പറഞ്ഞൊരു അഡ്രസ്സിലേക്ക് വരും. നമ്മൾ 6ാമത്തെ ഷാർപ്പി അഡ്രസ്സ് ചെയ്തിരിക്കുന്നതും 081 എന്ന് പറഞ്ഞാണ്. അപ്പം 6ാമത്തെ ഷാർപ്പിയും കൂടി നമ്മൾ നിൽക്കുമ്പോൾ ആ 6 ഷാർപ്പിയും നമ്മൾ പറഞ്ഞിരിക്കുന്ന 1, 17, 33, 49, 65 അല്ലേ, 65, 81 എന്ന രീതിയിൽ ഫുള്ള് അഡ്രസ്സ് ആയിട്ടുണ്ട്. ഇനി നമുക്ക് ചെയ്യേണ്ടത് അടുത്തത് LED പാറാണ്. LED പാർ നമ്മൾ അഡ്രസ്സ് ചെയ്തിരിക്കുന്നത് 100, 110, 120, 130 എന്ന് പറഞ്ഞിരിക്കുന്ന ഒരു അഡ്രസ്സിലായതുകൊണ്ട് തന്നെ ഈ ഒരു പേജിൽ തന്നെ നമുക്ക് ആഡ് ചെയ്യുകയും ചെയ്യണം. അത് കാരണം 1, 2, 3, 4, 5, 6 വരെ നമ്മൾ ഷാർപ്പി കൊടുത്തിരിക്കുന്നുണ്ട്. 7, 8, 9, 10 7 മുതൽ 10 വരെയാണ് 4 LED പാർ നമ്മൾ കൊടുക്കേണ്ടത്. അത് കൊടുക്കുന്നതിന് മുമ്പ് നമ്മൾ നേരെ എക്സിറ്റ് പഴയതുപോലെ അടിച്ചിട്ട് LED പാറിൻ്റെ പേഴ്സണാലിറ്റി ഏതാണെന്ന് ഇത് നോക്കുക. നമ്മുടെ LED പാറിൻ്റെ പേഴ്സണാലിറ്റി കിടക്കുന്നത് ഈ 6ാമത്തെ 3 in 1 CH എന്ന് പറഞ്ഞിരിക്കുന്ന പേഴ്സണാലിറ്റി ആയതുകൊണ്ട്
ആ പേഴ്സാലിൻ്റെ നേരെ എ ചാനൽ നിൽക്കുക. നിൽക്കുമ്പോഴും നിങ്ങൾക്ക് മുമ്പേ കണ്ടതുപോലെ തന്നെ DMX 097 എന്ന് പറഞ്ഞാണ് വന്നിരിക്കുന്നത്. ഒന്നുകിൽ ഈ 97 നമ്മൾ ഒന്നാമത്തെ പാറാക്കുക, അതിനോട് 8 വീതം കൂട്ടിപ്പോവുക. നമ്മൾ എളുപ്പത്തിന് വേണ്ടി 97ൻ്റെ കൂട്ടത്തിൽ ഒരു 3 കൂടി കൂട്ടി 100 ആക്കിയിരിക്കുകയാണ്. അത് ഈ 3 വീലിൽ നിങ്ങൾക്ക് കാണാം. ഈ 3 വീലിൽ AB അത് കൂടാതെ V എന്ന് പറഞ്ഞൊരു വീലും കൂടെ ഉണ്ട്. ആ വീല് തിരിക്കുമ്പോൾ നിങ്ങൾക്ക് ഡിസ്പ്ലേ കാണാം 97 മാറി 100 ആകുന്നതാണ്. അപ്പം നമ്മൾ LED പാർ അഡ്രസ്സ് ചെയ്തിരിക്കുന്ന 100, 110, 120, 130 എന്ന് പറഞ്ഞാണ്. അപ്പോൾ 100ാമത്തെ അഡ്രസ്സ് നമ്മൾ ചെയ്തു. ആ വീല് തിരിച്ച് 100 ആക്കിയതിന് ശേഷം 7ാമത്തെ ബട്ടൺ നിൽക്കുക. 7ാമത്തെ ബട്ടൺ നിൽക്കുമ്പോൾ 7 വീതം കൂട്ടി പോകുന്നതുകൊണ്ട് 107 എന്ന് പറഞ്ഞാണ് വന്നിരിക്കുന്നത്. അത് വീണ്ടും വീല് തിരിച്ച് അത് 110 ആക്കുക. 110 ആക്കി 8 നിൽക്കി കഴിയുമ്പോൾ വീണ്ടും 117 എന്ന് പറയും. അത് വീണ്ടും നമ്മൾ തിരിച്ച് 120 ആക്കുക. 9ാമത്തെ നിൽക്കുമ്പോൾ അത് 127 എന്ന് പറയും. അത് വീണ്ടും നമ്മൾ തിരിച്ച് 130 ആക്കുക. 130 ആക്കി 137 എന്ന് പറഞ്ഞ് വന്നിട്ടുണ്ട്. അപ്പോൾ അടുത്ത് നമ്മൾ 5ാമത്തെ ബാർ ഉണ്ടെങ്കിൽ ഇതുപോലെ തന്നെ അത് 140, 150 എന്ന രീതിയിൽ പാച്ച് ചെയ്ത് പോവുക. പാച്ച് ചെയ്ത് പോകുമ്പോൾ ഒരു കാരണവശാലും നമ്മൾ ഫീഡർ തിരിക്കുന്ന സമയത്ത് 140 എന്നുള്ളത് 141 അങ്ങനെ അറിയാതെ പോലും പോയി കഴിഞ്ഞാൽ അഡ്രസ്സ് ചെയ്യുന്ന സമയത്ത് വരത്തില്ല. അപ്പോൾ ഓൾറെഡി നമ്മളിപ്പം ഒരു ഫീഡറെ തന്നെ ഷാർപ്പിയും LED പാറും അഡ്രസ്സ് ചെയ്തിട്ടുണ്ട്. ഇനി നമുക്ക് എക്സിറ്റും ക്ലിയറും അടിക്കാം. അപ്പം നമ്മൾ ഷാർപ്പിയിലും അഡ്രസ്സ് ചെയ്തിട്ടുണ്ട്, ലൈറ്റേലും LED പാറിലും ഷാർപ്പിയിലും നമ്മൾ അഡ്രസ്സ് ചെയ്തിട്ടുണ്ട്, കൺസോളിലും നമ്മൾ അഡ്രസ്സ് ചെയ്തിട്ടുണ്ട്. ഇനി നമ്മൾ ഷാർപ്പി നമ്മൾ ഓൺ ആക്കാൻ പോവാണ്. 1 മുതൽ 6 വരെയാണ് നമ്മൾ ഷാർപ്പി കൊടുത്തിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ 1 മുതൽ 6 വരെ നിൽക്കുമ്പോൾ ആ പേജുകളെല്ലാം ഓൺ ആയിട്ടുണ്ട്. ഇവിടെ ലൊക്കേറ്റ് എന്ന് പറഞ്ഞൊരു ഓപ്ഷൻ ഉണ്ട് കേട്ടോ. ആ ലൊക്കേറ്റ് എന്ന് പറഞ്ഞൊരു ഓപ്ഷൻ നമ്മൾ അടിച്ചു കഴിഞ്ഞാൽ പെട്ടെന്ന് തന്നെ ലാമ്പ് ഓണായി. ഇത് സഡൻലി മേളിലോട്ട് ഒരു ഓപ്ഷനിലാണ് വന്ന് നിൽക്കുന്നത്. നമ്മൾ ലൊക്കേറ്റ് നിൽക്കാൻ പോവാണ്. അപ്പോൾ നിങ്ങൾ ഷാർപ്പിയെ നോക്കിക്കോണം. ഇപ്പോൾ ഷാർപ്പിയുടെ കണ്ടീഷൻ കണ്ടല്ലോ, 6 ഷാർപ്പിയും വൈറ്റ് ബീമിൽ നേരെ മേളിലോട്ടുണ്ട്. ഇപ്പം ലൊക്കേറ്റ് നമ്മൾ അടിച്ചിരിക്കുകയാണ്. അത് നമ്മൾ എക്സിറ്റും ക്ലിയർ അടിക്കുമ്പോൾ ലാമ്പ് ഓഫ് ആവുന്നതായിരിക്കും. അതിനുശേഷം നമ്മൾ വീണ്ടും 1 മുതൽ 6 വരെ പ്രസ് ചെയ്തതിന് ശേഷം ഡിമ്മർ ഓൺ ആക്കുന്ന സമയത്ത് ആ 6 ബീം ഓപ്പൺ ആകുന്നതാണ്. അത് കഴിഞ്ഞ് ടിന്നും പാനും നമ്മൾ നെക്കി അത് നമുക്ക് ഏത് രീതിയിലേക്കാണ് വേണ്ടതെന്നുള്ളത് നമ്മൾ ചെയ്തെടുക്കുക. മുന്നോട്ടാണോ പുറകോട്ടാണോ അത് നമ്മുടെ പ്രോഗ്രാമിൻ്റെ അനുസരിച്ച് നമുക്ക് ചെയ്യാവുന്നതാണ്. കണ്ടോ, ഇതാണ് ഷാർപ്പി നമ്മൾ പാച്ച് ചെയ്ത് കഴിയുമ്പോൾ കാണാവുന്ന ഒരു കാര്യം. ഈ ബാക്കി ഫങ്ഷൻ എന്ന് പറയുന്നത് ഇത് ടിന്നും പാറും കളർ മാറ്റുന്നതൊക്കെയാണ്. അതിപ്പോൾ പുറകെ പറഞ്ഞുതരാം. അടുത്ത നമുക്ക് LED പാറും കൂടി നമ്മൾ പാച്ച് ചെയ്തിട്ടുണ്ട്. അതും നമുക്ക് ഇതിൽ കൺട്രോൾ ആണോ എന്ന് നമുക്ക് നോക്കാം. എക്സിറ്റും ക്ലിയർ അടിക്കുമ്പോൾ ലാമ്പ് പോകുന്നതായിരിക്കും കേട്ടോ. 6 വരെ നമ്മൾ LED പാർ കൊടുത്തിരിക്കുന്നതുകൊണ്ട് 7 മുതൽ 10 വരെയാണ് നമ്മൾ 1 മുതൽ 6 വരെ ഷാർപ്പ് കൊടുത്തിരിക്കുന്നതുകൊണ്ട് 7 മുതൽ 10 വരെയാണ് LED പാർ കൊടുത്തിരിക്കുന്നത്. ആ 7 മുതൽ 10 വരെയുള്ള നമ്മൾ നിൽക്കുമ്പോൾ ആ 4 എണ്ണം നമ്മൾ ഓൺ ആവുകയും ഇതിന് നേരെ തിരിച്ച് ഡിമ്മർ ആദ്യം ഫുൾ ഇടുക. അത് കഴിഞ്ഞ് ഷട്ടർ ഇതിന് ഇടേണ്ട ആവശ്യമില്ല. നേരെ കളറിലേക്ക് വന്നിട്ട് 1ാമത്തെ വീല് തുറക്കുമ്പോൾ റെഡ് കളർ വരും. കണ്ടോ, അത് നമ്മൾ നേരെ കുറച്ചിട്ട് B ചാനലിലേക്ക് പോകുമ്പോൾ അവിടെ ഗ്രീൻ വരും. ആ B നേരെ നമ്മൾ കുറച്ചിട്ട് ഗോബോ പ്രസ് ചെയ്യുന്ന സമയത്ത് A വീല് തുറക്കുന്ന സമയത്ത് നമുക്ക് നീല കളർ കയറി വരും. അത് നമുക്ക് ഓരോ കളർ കോമ്പോ നമുക്ക് ചെയ്യാവുന്നതാണ്. അപ്പോൾ ഇനി നമുക്ക് ചെയ്യേണ്ടത് ഷാർപ്പി നമുക്ക് ഏതെങ്കിലും ഒരു മോഡിൽ നമുക്ക് ആക്കാം. അതിന് ചെയ്യേണ്ടത് എക്സിറ്റും ക്ലിയറും അടിക്കുക. 1 മുതൽ 6 വരെ നമ്മൾ അഡ്രസ്സ് ചെയ്തിരിക്കുന്നുണ്ട്, അത് സെലക്ട് ചെയ്യുക. ഡിമ്മർ ഫുൾ ഓൺ ആക്കുക. ഡിമ്മർ ഫുൾ ഓൺ ആക്കുന്ന സമയത്ത് ഷട്ടർ ഓൾറെഡി നമ്മൾ ഒരു പ്രാവശ്യം തുറന്നിട്ടിരിക്കുന്നതുകൊണ്ട് പിന്നെ നമ്മൾ ഓഫ് ചെയ്താലും ഷട്ടർ അങ്ങനെ തന്നെ അടക്കും. ഇനി നമുക്ക് നേരെ ചെയ്യേണ്ടത് ഒരു ഷേപ്പ് എന്ന് പറഞ്ഞിരിക്കുന്ന ഓപ്ഷൻ ഉണ്ട്. അതിലേക്ക് പോകുന്നതിന് മുമ്പ് നമുക്ക് ടിന്നും പാനും നോക്കി ഷാർപ്പി നമുക്കൊന്ന് ലെവൽ ചെയ്യാം. 1ാമത്തെ 2ാമത്തെ നിങ്ങൾക്ക് വീഡിയോ കാണാം, ഒരു ശകലം മാറി കിടക്കുന്നുണ്ട്. അത് നമുക്കൊന്ന് ശകലം ഒന്ന് റെഡിയാക്കാം. ഇത് നമുക്ക് ഷാർപ്പി കൈകാര്യം ചെയ്യുന്ന ഏതൊരാൾക്കും ഇത് പഠിച്ചു കഴിയുമ്പോൾ
നമ്മുടെ യുക്തിക്ക് അനുസരിച്ച് നമുക്ക് ചെയ്യാവുന്നതാണ് കേട്ടോ. ഇതിപ്പം നമ്മൾ ഇത് പഠിച്ചു കഴിഞ്ഞാൽ ഈസി ആയിട്ട് നമുക്ക് അഡ്രസ്സ് ചെയ്യാവുന്നതാണ്. അപ്പോൾ ഞാനത് മൂന്നും ചെയ്തിട്ട് ഒരു ശകലം ഒന്ന് പൊക്കാൻ നോക്കുകയാണ്. ഇത്ര നമ്മൾ പൊക്കുന്നുള്ളൂ, വീഡിയോ കിടക്കുന്നതുകൊണ്ട് തന്നെ. അപ്പം ഇനി നമുക്ക് എന്തെങ്കിലും ഒരു ഷേപ്പ് അവത്തിലോട്ട് കളയാം. ആ ഷേപ്പ് ഒന്ന് കാണിച്ചു കൊടുത്തേ. ഷേപ്പ് എന്ന് പറഞ്ഞൊരു ഓപ്ഷൻ ഇതിലുണ്ട്. ആ ഷേപ്പ് എന്ന് പറഞ്ഞ് നിൽക്കുമ്പോൾ പ്ലേ ബാക്ക് ഷേപ്പ് എന്ന് പറഞ്ഞ് ഡിസ്പ്ലേ കാണിക്കും. ആ ഡിസ്പ്ലേ നമ്മൾ നിൽക്കുമ്പോൾ ടിൻ ആൻഡ് പാൻ ഷേപ്പ് എന്ന് പറഞ്ഞ് ഒരു ഓപ്ഷൻ വരും. ആ എയിൽ നിൽക്കുമ്പോൾ കുറേ ഓപ്ഷൻ, സർക്കിള് ടൈപ്പ് പല രീതിയിൽ കറങ്ങുന്ന ഓരോന്നുണ്ട്. അപ്പം നമുക്കതിൽ ടിൽ എന്ന് പറഞ്ഞ് സ്വിങ് അല്ലേ എന്ന് പറഞ്ഞൊരു ഓപ്ഷൻ ഉണ്ട്. ആ ഒരു ഓപ്ഷൻ നമുക്ക് കൊടുക്കാം. അത് കൊടുക്കുമ്പോൾ 4 ഒരേപോലെയാണ്, 6 ഒരുപോലെയാണ് വർക്ക് ചെയ്യുന്നത്. അപ്പം നമ്മൾ ചെയ്യേണ്ടത് ഷേപ്പ് പാരാമീറ്റർ എന്ന് പറഞ്ഞൊരു ഓപ്ഷൻ ഉണ്ട്, സി കാണിച്ചു കൊടുത്തേ. ഷേപ്പ് പാരാമീറ്റർ എന്ന് പറഞ്ഞൊരു ഓപ്ഷൻ ഉണ്ട്, സി. അതിൽ നിൽക്കുമ്പോൾ അതിൽ സൈസ്, സ്പീഡ്, എത്ര ഷാർപ്പിയാണ് നമ്മൾ അതിൽ ആഡ് ചെയ്തിരിക്കുന്നുള്ളത് അവർ ചോദിക്കും. അതിൽ എത്ര ഷാർപ്പിയാന്ന് ഉള്ളതിൻ്റെ അകത്ത് നമ്മളത് 6 ആക്കുക. അതായത് നിങ്ങൾക്ക് കാണാം 6 നമ്മൾ കൊടുത്തു കഴിഞ്ഞപ്പം ആ വർക്ക് ചെയ്യുന്നതിൽ ചെറിയൊരു വ്യത്യാസമുണ്ട്. കണ്ടോ, ഒരു വേവ് പോകുന്ന പോലെ 6 രീതിക്ക് ടൈം ഔട്ടായിട്ട് ചെയ്യുന്ന കാണാം. അതിൽ നമുക്ക് സ്പീഡ് അഡ്ജസ്റ്റ് ചെയ്യാം. കണ്ടോ, സ്പീഡ് കൂട്ടുന്നതനുസരിച്ച് അവർ സ്പീഡിൽ വർക്ക് ചെയ്യും, സ്പീഡ് കുറയുന്നതനുസരിച്ച് അവർ സ്റ്റില്ലായിട്ട് നിൽക്കും. നമ്മളിപ്പോൾ ഒരു 25-30 സ്പീഡ് ഇട്ടിരിക്കുന്നത്. ഏരിയ കൊടുക്കുന്ന ഏരിയ നമ്മൾ 0 വെച്ച് കഴിഞ്ഞാൽ ആദ്യം നമ്മൾ സെറ്റ് ചെയ്ത സെയിം രീതിയിൽ തന്നെ ഇത് വന്ന് നിൽക്കും. അപ്പം നമ്മൾ ഏരിയ കൂടുന്നതനുസരിച്ച് അത് മേളിലോട്ടും താഴോട്ടും വരാനുള്ള ആ ഒരു ഷോ രീതിയിൽ അത് അറിയാൻ പറ്റും. കണ്ടോ, ഇതാണ് ഒരു ഷേപ്പ്. നമുക്ക് സേവ് ചെയ്യുന്നത് ഒന്ന് കാണിച്ചു കൊടുത്തേ. പാരാമീറ്റർ എന്ന് പറഞ്ഞ് മേളിലൊരു ഓപ്ഷൻ ഉണ്ട്. ഈ ഷേപ്പ് എന്ന് പറഞ്ഞിരിക്കുന്ന ബട്ടൺ പ്രസ് ചെയ്യുമ്പോൾ ഷേപ്പിൻ്റെ അത് ലാമ്പ് ഓഫ് ആവുകയും, പാരാമീറ്റർ എന്ന് പറഞ്ഞ് പ്രസ് ചെയ്യുമ്പോൾ ഇവിടെ നമ്മുടെ പേജിൽ ഈ ഗ്രീൻ കളറിൽ ഫ്ലിക്കർ ചെയ്യുന്നത് കൊണ്ട് ഈ ഒരു പേജിലും ഒരു ഡിസൈൻ നമ്മൾ സേവ് ചെയ്തിട്ടില്ല എന്നുള്ളതാണ് അതിനർത്ഥം. നമ്മൾ ഈ 1ാമത്തെ ബട്ടനെ പിടിച്ച് പ്രസ് ചെയ്യുന്ന സമയത്ത് അതിൻ്റെ ഫ്ലിക്കറിങ് നിൽക്കുന്നു. അതായത് നമ്മളിപ്പോൾ കൊടുത്ത ഡിസൈൻ ഈ 1ാമത്തെ ഈ നമ്പർ 1 എന്ന് പറഞ്ഞ പേജിൽ സേവ് ആയി. എക്സിറ്റും ക്ലിയറും അടിക്കുക. 1ാമത്തെ പേജ് നമ്മൾ തള്ളുമ്പോൾ നമ്മൾ സെറ്റ് ചെയ്ത അതേ വേവ് അതിൽ നമുക്ക് കാണാൻ പറ്റും. അതുപോലെ തന്നെ അടുത്ത നമുക്ക് ഇതുപോലെ തന്നെ വേറെണ്ണം ചെയ്യാം. 1 മുതൽ 6 വരെ സെലക്ട് ചെയ്യുക, ഡിമ്മർ എടുക്കുക, ഫുൾ ഓൺ ആക്കുമ്പോൾ ബീം വരും. ഇതുപോലെ തന്നെ ഷേപ്പ് ഇടുക, പ്ലേ ബാക്ക് ഷേപ്പ് ഇടുക, ടിൻ ആൻഡ് പാൻ ഷേപ്പ് കൊടുക്കുക. അതിൽ ഒരുപാടുണ്ട്. ഇത്തവണ നമ്മൾ സർക്കിൾ ഇടാം കേട്ടോ. സർക്കിൾ കൊടുത്തു കഴിയുമ്പോൾ ഒരു പ്രത്യേക രീതിയിൽ അത് കറങ്ങുന്ന കാണാം. അപ്പോൾ അതും ഇതുപോലെ തന്നെ ഷേപ്പ് പാരാമീറ്റർ കൊടുത്തിട്ട് 6 കൊടുക്കുക. 6 കൊടുത്തു കഴിയുമ്പോൾ അതൊരു പ്രത്യേക രീതിയിൽ അത് വർക്ക് ചെയ്യുന്ന കാണാം. അപ്പോൾ ഞാനിത് ഇപ്പോൾ ഒന്ന് ഓഫ് ചെയ്തിട്ട് ശകലം പൊക്കുവാണ്. എൻ്റെ കണ്ണിലടിക്കുന്നുണ്ട്, നമുക്കൊന്നും കാണാൻ പറ്റുന്നില്ല. ഓക്കെ, കാണിച്ച് പ്ലേ ബാക്ക് ഷേപ്പ് കൊടുക്കുക, ടിൻ ആൻഡ് പാൻ ഷേപ്പ് കൊടുക്കുക, സർക്കിൾ കൊടുക്കുക. പാരാമീറ്റർ ഷേപ്പ് പാരാമീറ്റർ കൊടുക്കുക. അതിൻ്റെ എത്ര എണ്ണമാണ് നമ്മൾ കൊടുത്തിരിക്കുന്നത്? 6 ഷാർപ്പിയാണ്. അപ്പം 6 കൊടുക്കുക. 6 കൊടുത്തു കഴിയുമ്പോൾ അതൊരു പ്രത്യേക ആംഗിളിൽ വർക്ക് ചെയ്യുന്നതായിരിക്കും. അതിൻ്റെ സ്പീഡും കൂടെ ഒന്ന് കൺട്രോൾ ചെയ്യുക. നമുക്കൊരു 50 കൊടുത്താൽ മതി. ഇപ്പം നിങ്ങൾ കണ്ടല്ലോ, 6 ഷാർപ്പിയും ഒരു പ്രത്യേക രീതിയിൽ വർക്ക് ചെയ്തുകൊണ്ടിരിക്കുക. കണ്ടോ, അടുത്ത് നമ്മൾ ഇതിൽ ഒരു കളർ കൊടുക്കാൻ പോകണം. 6 6 കളർ കൊടുത്ത് ഒരു ഡിസൈനിലൊന്ന് വർക്ക് ചെയ്യിപ്പിക്കാൻ പോകണം കേട്ടോ. 6 ഷാർപ്പി, 6 വൈറ്റ് വന്നു. ഇനി നമ്മൾ കളർ എടുക്കുക. കളർ എടുക്കുമ്പോൾ നമ്മൾ ഒന്ന് കാണിച്ചു കൊടുത്തവരെ, കളർ കൊടുക്കുമ്പോൾ കളർ സെലക്ട് ചെയ്തിട്ട് 1ാമത്തെ ബട്ടൺ നിൽക്കുമ്പോൾ 1ാമത്തെ ഷാർപ്പിയുടെ മാത്രം കളർ റെഡ് ആക്കി, 2ാമത്തെ നോക്കി അടുത്ത കളറാക്കി, 3ാമത്തെ നോക്കി അടുത്ത കളറാക്കി, 4ാമത്തെ നോക്കി അടുത്ത കളറാക്കി, 5ാമത്തെ നോക്കി അടുത്ത കളറാക്കി, 6ാമത്തെ നോക്കി അടുത്ത കളറാക്കുന്നു.
4 കളർ ആക്കിയിട്ടുണ്ട്. നിങ്ങൾക്ക് പെട്ടെന്ന് കാണാൻ വേണ്ടിയാണ്. ഞാൻ ഒന്നാമത്തെ റെഡ് മാറ്റി പെട്ടെന്ന് വീഡിയോയ്ക്കകത്ത് കാണാവുന്നൊരു കളർ ആക്കാനാണ് കേട്ടോ. നിങ്ങൾക്ക് ഇപ്പോൾ കാണാമല്ലോ വീഡിയോയ്ക്കകത്ത് എല്ലാം 6 കളർ ആക്കിയിട്ടുണ്ട്. പെട്ടെന്ന് കാണാൻ വേണ്ടിയാണ് ആ ഒരു റെഡ് മാറ്റി ആ കളർ ആക്കിയത്. അതങ്ങനെ നിർത്തിക്കൊണ്ട് തന്നെ ഇനി ബാക്കിയുള്ള അവശേഷിക്കുന്ന പാറ് ഇതൊന്ന് സേവ് ചെയ്യാൻ പോകാം കേട്ടോ. പാരാമീറ്റർ നോക്കി 1 നിൽക്കുന്ന സമയത്ത് നിങ്ങൾ കാണും മുമ്പത്തെ പോലെ തന്നെ ഇവിടെ നിൽക്കുന്ന സമയത്ത് അത് സേവായി. ഇനി നമുക്ക് ഇതിൻ്റെ എല്ലാം ഗോബോ നമുക്കിടാം കേട്ടോ. ഗോബോ നമുക്കിടുന്നതെന്ന് വെച്ചാൽ ഗോബോ എന്ന് പറഞ്ഞ് ഒരെണ്ണം വരുന്നതാണ്. ഗോബോ എന്ന് പറഞ്ഞാൽ ഇത് കാണിച്ച് കൊടുത്തേ. ഗോബോ എന്ന് പറഞ്ഞൊരു ഓപ്ഷൻ ഉണ്ട്. അത് നിൽക്കുമ്പോൾ ഇതിൻ്റെ പ്രശ്നങ്ങളെല്ലാം വരും കേട്ടോ. എല്ലാത്തിലും പ്രശ്നം വന്നു കേട്ടോ. ഇനി ആ പ്രശ്നം കറക്കണമെങ്കിൽ നിങ്ങളെ ഒന്നുകൂടി കാണിച്ചു തരാം. പ്രശ്നം അത് നേരെ താഴോട്ടാക്കി തരാം. അപ്പം നിങ്ങൾക്ക് കറക്റ്റായിട്ട് കാണാൻ പറ്റും. ഒന്നാമത്തെ 2 ഞാൻ താത്തു, രണ്ടാമത്തെ 2 താത്തു, മൂന്നാമതും നമ്മുടെ 3ാമത്തെ സെറ്റും താത്തു. കണ്ടോ 3 സെറ്റായിട്ട് 2, 4, 6 വീതം വെച്ചു. ഇനി നമുക്ക് ആ പ്രിസം കറക്കി കാണിച്ചു തരാം. പ്രിസം ഇനിയും കറക്കി കാണിച്ചു തരാം. ഒന്നാമത്തെ 6ാമത്തെ 5ഉം 6ഉം പ്രിസം കറങ്ങുന്നുണ്ട്. ഇനിയും 3ഉം 4ഉം പ്രിസം കറങ്ങുന്നുണ്ട്. 1ഉം 2ഉം പ്രിസം കറങ്ങുന്നുണ്ട്. കണ്ടോ ഇനി 6ഉം കൂടി നമുക്ക് കറക്കം നിർത്തണമെങ്കിൽ കറക്കം നിർത്താം, കറക്കണമെങ്കിൽ കറക്കാം. കണ്ടോ നിങ്ങൾക്ക് അതിൻ്റെ ഫ്രണ്ടിൽ നിന്നുള്ള വ്യൂ നിങ്ങളെ ഞാൻ കാണിച്ചു തരാം. ഇപ്പോൾ ഗൈസ് നമ്മൾ നിങ്ങൾക്ക് ആ പ്രിസം കാണിക്കാൻ വേണ്ടി നമ്മൾ 6 ഇക്കരയിൽ നിന്ന് അക്കരയിലോട്ടാണ് അടിച്ചിരിക്കുന്നത്. ഏകദേശം ഒരു നല്ല ലെങ്ത് ഉണ്ട് കേട്ടോ. എനിക്ക് തോന്നുന്നൊരു ഞങ്ങളുടെ 6 എന്ത് പറഞ്ഞ നീളം കാണുക അമ്പാടി ഇതിനെ. ഒരു എങ്ങനെ കളിച്ചാലും ഒരു 200 മീറ്റർ 300 മീറ്റർ നീളം കാണും കേട്ടോ. ചിലപ്പോൾ ഏകദേശം കണക്കാണ് കേട്ടോ. അതിനെയും 300 മീറ്റർ എന്ന് പറഞ്ഞ് നിങ്ങളാരും എന്നെ ട്രോളരുത്. ഏകദേശം ഒരു ധാരണ. നിങ്ങളെൻ്റെ വീടിൻ്റെ ഫ്രണ്ടിലത്തെ 6 കണ്ടിട്ടുള്ളതാണ്. ആ 6 അക്കരത്തെയാണ് ഇട്ടിരിക്കുന്നത്. അപ്പം ഗോബോ ഞാൻ ഇട്ട് കാണിച്ചു തരാം. ഇപ്പോൾ ഗോബോ ഇട്ടിട്ടുണ്ട്. അത് കറക്കുന്ന ഇതാണ് കണ്ടോ. പിന്നെ നമുക്ക് സ്പീഡ് കുറച്ച് കഴിഞ്ഞാൽ നമുക്ക് കണ്ടോ സ്പീഡ് തീരെ നമുക്ക് കുറയ്ക്കാനും പറ്റും. കണ്ടോ നിങ്ങൾക്കിപ്പോൾ നിങ്ങൾക്ക് കാണാം സ്പീഡ് നേരെ കുറച്ച് ഗോബോ കറങ്ങിക്കൊണ്ടിരിക്കുകയാണ് കണ്ടോ. അത് അതിൻ്റെ ഫ്രണ്ടിൽ നിന്നുള്ള വ്യൂ എടുക്കാൻ പറ്റുമോ ഞാൻ നോക്കാം. നോക്കിയിട്ട് നിങ്ങളെ അതും കൂടി ഞാൻ കാണിച്ചു തരാം ഗൈസ്. അപ്പോൾ 6 ഷാർപ്പിൽ നമ്മൾ 6 കളറിട്ട് നമ്മൾ ചെയ്തിട്ടുണ്ട്. ഒന്നാമത്തെ കളറും കൂടെ ഒന്ന് മാറ്റിക്കോട്ടെ. മുമ്പ് നിങ്ങളെ കാണിക്കാൻ വേണ്ടി കളർ മാറ്റിയാണ്. ഇപ്പോൾ 6 കളറും നമ്മൾ മാറ്റിയിട്ടുണ്ട്. ഇനി നമുക്ക് ആ ഒരു കണ്ടീഷനിൽ തന്നെ നമുക്ക് പാറും കൂടി ഒന്ന് ലോഡ് ചെയ്യാം. അപ്പോൾ ഷാർപ്പി അങ്ങനെ ഇട്ടിരിക്കുകയാണ്. 6 ഷാർപ്പി നമ്മൾ 6 കളറാക്കി വെച്ചിട്ടുണ്ട്. അതിൻ്റെ തൊട്ട് താഴെ നമ്മൾ പാറ് 4 വെച്ചിരിക്കുന്നത്. അതും കൂടി കളർ ചേഞ്ച് ചെയ്ത് എങ്ങനെയാണെന്ന് കാണിക്കാം. അത് നമ്മൾ 7 മുതൽ 10 വരെയാണ്. ഒന്ന് കാണിച്ചിട്ട് 7 മുതൽ 10 വരെയാണ് നമ്മൾ LED പാറ് ഇത് ചെയ്തിരിക്കുന്നത്, പാച്ച് ചെയ്തിരിക്കുന്നത്. അപ്പോൾ ആ 1 മുതൽ 7 വരെയുള്ള പ്രസ് ചെയ്തിട്ട് ഡിമ്മർ കറക്കുക. ഡിമ്മർ കറക്കുമ്പോൾ നമ്മൾ ആദ്യം പാച്ച് ചെയ്തൊരു കളറാണ് കിടക്കുന്നത്. അപ്പം നേരെ ഗോബോയിലേക്ക് പോയി ബ്ലൂ കളർ കുറയ്ക്കുക. ബ്ലൂ കളർ കുറയ്ക്കുമ്പോൾ ഗ്രീൻ കളർ കിടപ്പുണ്ട്. അത് കഴിഞ്ഞ് അത് നമുക്ക് സേവ് ചെയ്യണമെങ്കിൽ ഇതുപോലെ തന്നെ പാരാമീറ്റർ സെറ്റ് ചെയ്യുക. ഈ 9ാമത്തെ ക്ലിക്ക് ചെയ്യുക. ഒന്ന് കാണിച്ചു കൊടുക്കുക. 9ാമത്തെ ക്ലിക്ക് ചെയ്യുക. അടുത്ത കളർ ചെയ്യണമെങ്കിൽ നേരെ കളറിലേക്ക് വരിക. ഗ്രീൻ കളർ കുറച്ചിട്ട് എ വീല് തിരിക്കുമ്പോൾ റെഡ് വരും. അതും പാരാമീറ്ററെ ക്ലിക്ക് ചെയ്യുക. ഈ ഫ്ലിക്കർ ചെയ്യുന്ന ഏതെങ്കിലും ഒരെണ്ണത്തിലോട്ട് പ്രസ് ചെയ്യുന്ന സമയത്ത് അത് സേവ് ആവും. അങ്ങനെ ഏത് വേണമെങ്കിലും. അപ്പോൾ നമുക്ക് ഏതെങ്കിലും ഡിസൈൻ നമുക്ക് കൊടുക്കാൻ പറ്റും. ഈ ഡിസൈൻ തന്നെ നമുക്ക് ഷേപ്പിലേക്ക് പോവാം. ഷേപ്പിലേക്ക് പോയി
പ്ലേ ബാക്ക് ഷേപ്പ് കൊടുക്കുക. അതിൽ ഡിമ്മർ ഷേപ്പ് എന്ന് പറഞ്ഞുകൊണ്ട് അത് ക്ലിക്ക് ചെയ്യുമ്പോൾ അതിൽ ഒരുപാട് മോഡുണ്ട്. അതിലേതെങ്കിലും ഡിമ്മർ ഒന്നാമത്തെ നമ്മൾ സെലക്ട് ചെയ്ത് കഴിയുമ്പോൾ LED ബാർ മൂവ് ചെയ്യുന്ന കാണിച്ചു തരാം. നിങ്ങൾ കാണുന്നുണ്ട്. അതും പഴയതുപോലെ തന്നെ ഇങ്ങോട്ട് കാണിച്ച് ഷേപ്പ് പാരാമീറ്റർ എന്ന് പറഞ്ഞ് നിൽക്കുമ്പോൾ ഷാർപ്പിക്ക് ചോദിച്ച പോലെ തന്നെ ഇതിലും അവർ എണ്ണം ചോദിക്കുന്നുണ്ട്. 4 ഷാർപ്പി കൊടുത്തിരിക്കുന്നുണ്ട്. നമ്മൾ DA നെക്കി 4 ഷാർപ്പി കൊടുക്കുമ്പോൾ ആ 4ഉം ഒരു പ്രത്യേക രീതിയിൽ നമ്മൾ LED ബാറിൻ്റെ എണ്ണം കൊടുത്തു കഴിഞ്ഞാൽ ഉടൻ തന്നെ ആ LED ബാർ 1 by 1 ആയിട്ട് ഇങ്ങനെ ഒരു സൈഡിൽ നിന്ന് ഒരു സൈഡിലേക്ക് ഇങ്ങനെ ഓടി ഓടി പോകുന്നതായിട്ട് കാണാം. അതും ഇതുപോലെ തന്നെ നമുക്ക് സ്പീഡ് ഇപ്പോൾ 64 നടക്കുന്നത്. നമ്മൾ കൂട്ടുന്നതനുസരിച്ച് കണ്ടത് ഇവിടെ നിങ്ങൾ കൂടുന്നതനുസരിച്ച് അവിടെ സ്പീഡ് കൂടുന്നതായിട്ട് കാണാം. കണ്ടോ, ഞാൻ സ്പീഡ് കൂട്ടുന്നതനുസരിച്ച് ആ സ്പീഡ് കൂടുന്നതായിട്ട് കാണാം. സ്പീഡ് കുറയ്ക്കുമ്പോൾ LED ബാറിലും സ്പീഡ് കുറയും. കണ്ടോ, ഇങ്ങനെ നമുക്ക് എത്ര ബാറുണ്ടെങ്കിലും നമുക്ക് ചെയ്യാൻ സാധിക്കും. അപ്പോൾ ഇത് ഞാൻ സേവ് ചെയ്യാണ്. പാരാമീറ്റർ പ്രസ് ചെയ്യുക, ഷേപ്പ് മാറ്റിയിട്ട് പാരാമീറ്റർ പ്രസ് ചെയ്യുക. ഈ ഫ്ലിക്കർ ചെയ്യുന്ന ഗ്രീനിൻ്റെ പുഷ് ബട്ടൺ നിൽക്കുമ്പോൾ ആ ഫ്ലിക്കറിങ് നിൽക്കുമ്പോൾ അത് സേവായി. ഇനി നമ്മൾ ഷാർപ്പി നമ്മൾ മുമ്പലത്തെ പോലെ തന്നെ 6 കളർ കൊടുത്തിട്ടുണ്ട്. അതൊരു ജസ്റ്റ് ഒരു ഷെയ്ഡ് ഇടുക, ഷേപ്പ് ഇടുക കേട്ടോ. സർക്കിൾ ഇടുവാണ്. ഷാർപ്പി ഒരു 6 വർക്ക് ചെയ്യുന്നുണ്ട്. നമുക്ക് സ്പീഡും കൂടി ഒരു ശകലം കുറയ്ക്കാം. ഞാനൊരു 40 ഇടുകയാണ്. അത് പാരാമീറ്റർ നോക്കി ഷേപ്പ് മാറ്റി പാരാമീറ്റർ നിൽക്കുമ്പോൾ ഇവിടെ ഇതുപോലെ തന്നെ ഫ്ലിക്കർ ചെയ്യുന്നതാണ്. ഒന്ന് കാണിച്ചു കൊടുത്ത് ഫ്ലിക്കർ ചെയ്യുന്നതാണ്. ആ പുഷ് ബട്ടൺ നിൽക്കുന്ന സമയത്ത് ആ ഫ്ലിക്കറിങ് നിൽക്കുമ്പോൾ അത് സേവ് ആയിട്ടുണ്ട്. അപ്പോൾ നമ്മൾ സേവ് ചെയ്ത കളർ ഇതൊക്കെയാണ്. ഇങ്ങനെ നമ്മൾ 6 ഷാർപ്പി 6 കളറും LED ബാറുമായിട്ട് സേവ് ചെയ്തിട്ടുണ്ട്. പിന്നെ 6 കളറും LED ബാർ 4 ഓടിക്കത്തുന്ന ഒരു മോഡ് നമ്മൾ ചെയ്തിട്ടുണ്ട്. ഇനി നമുക്ക് അടിച്ചുകൊണ്ട് LED ബാർ മാത്രമായിട്ട് നമുക്കൊരു ഗ്രീൻ കളർ RGB അതും ഷേപ്പ് എടുക്കുക. പ്ലേ ബാക്ക് ഷേപ്പ് എടുക്കുക. ഡിമ്മർ ഷേപ്പിന് താഴെ RGB ഷേപ്പ് എന്ന് പറഞ്ഞുകൊണ്ട് അത് നിൽക്കുക. റെയിൻബോ നമുക്ക് ഇട്ട് കൊടുക്കാം. റെയിൻബോ ഇടുമ്പോൾ കളർ ഇങ്ങനെ മാറിക്കൊണ്ടേയിരിക്കും. അതിൻ്റെ നമുക്ക് എണ്ണം കൊടുക്കാം. LED ബാറിൻ്റെ പഴയതുപോലെ തന്നെ ഒന്ന് കാണിച്ചു കൊടുത്ത് LED ബാറിൻ്റെ എണ്ണം കൊടുക്കാം. നമ്മൾ 4 എണ്ണം ഇടുവാണ്. അപ്പോൾ ആ ഒരു ടൈമിങ് 4 എണ്ണത്തിലും ഈക്വലായിട്ട് പോകും. 50 നമ്മൾ ഇതിടുന്നത്. അതും ഷേപ്പ് മാറ്റിയതിന് ശേഷം പാരാമീറ്റർ പ്രസ് ചെയ്ത് നമുക്കത് സേവ് ചെയ്യാൻ പറ്റും. ഓക്കെ, അപ്പം ഷാർപ്പിയുടെ കളറും LED ബാർ നമ്മൾ റെയിൻബോ ഇട്ടതും തമ്മിലൊന്ന് കാണിച്ചു തരാം. ഇത് കളർ നമ്മൾ ഇട്ടിരിക്കുന്നതാണ്. അതിൻ്റെ കൂടെ തന്നെ നമുക്ക് റെയിൻബോ കളർ LED ബാർ ഇട്ടിരിക്കുന്ന കാണിച്ചു തരാം. അപ്പോൾ ഗൈസ്, ഇങ്ങനെയാണ് നമ്മൾ LED ബാറും ഷാർപ്പിയും നമ്മൾ മിനി പിളെ നമ്മൾ പാച്ച് ചെയ്യുന്നത്. ഇപ്പം ജസ്റ്റ് നിങ്ങൾ ഇങ്ങോട്ട് വന്നു കഴിഞ്ഞാൽ നിങ്ങൾക്ക് കാണാം, നമ്മൾ A ചാനലിൽ നിന്ന് മാത്രമേ നമ്മൾ എടുത്തിട്ടുള്ളൂ. B ചാനൽ ഫ്രീ ആണ്. അവർക്ക് നമുക്ക് നമ്മുടെ ഫേസ് ലൈറ്റോ LED ലേസറോ അങ്ങനെ എന്തെങ്കിലും, ഇപ്പം ഇതിൻ്റെ കണ്ടിന്യൂസ് ആയിട്ട് നമുക്ക് വീണ്ടും LED ബാറും ഷാർപ്പി എല്ലാം കണക്ട് ചെയ്യും. ഇതേ രീതി നമ്മൾ പോകണമെന്നേ ഉള്ളൂ. 10 വീതം കൂട്ടി നമുക്ക് പോകാമെന്നേ ഉള്ളൂ. അങ്ങനെ അഡ്രസ്സ് ചെയ്ത് നമുക്ക് എത്രത്തോളം നമുക്ക് ഇത് കൊടുക്കാൻ പറ്റും. 512 വരെയാണ് അഡ്രസ്സ്. നമുക്ക് അതുവരെ നമുക്ക് അഡ്രസ്സ് ചെയ്യാൻ പറ്റും. അപ്പം ഇന്നത്തെ വീഡിയോ ഇവിടെ വൈൻഡപ്പ് ചെയ്യുകയാണ്. അപ്പം നിങ്ങൾക്ക് ഇന്നത്തെ ഈ ഒരു ലൈറ്റിൻ്റെ വീഡിയോ ഇത് എല്ലാവർക്കും, ഈ സംശയങ്ങളുള്ള എല്ലാവർക്കും അത് ഉപയോഗപ്പെടും എന്നുള്ള വിശ്വാസമുണ്ട്. ഷാർപ്പി LED ബാറും കൺസോളുമായിട്ട് കണക്ട് ചെയ്യുന്ന നമ്മൾ ഇതിനു മുമ്പ് ഒരു വീഡിയോ ചെയ്തിട്ടുണ്ട്. അപ്പം അതിൽ സിമ്പിളായിട്ട് അത് മാത്രമായിട്ട് ഇത് നമ്മൾ ഹാങ് ഒന്നും ചെയ്യാതെ നിങ്ങൾക്ക് എളുപ്പം മനസ്സിലാക്കാവുന്ന രീതിയിൽ നമ്മൾ ചെയ്തൊരു വീഡിയോ ആണിത്. അപ്പം സംശയങ്ങൾ ചോദിച്ച ഒരുപാട് സുഹൃത്തുക്കളുണ്ട്. അവർക്കെല്ലാം ഇതൊരു പ്രയോജനപ്പെടവും എന്നൊരു വിശ്വാസമുണ്ട്. അപ്പം ഇന്നത്തെ വീഡിയോ ഇവിടെ വൈൻഡപ്പ് ചെയ്യുകയാണ്. അപ്പം നമ്മുടെ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. നിങ്ങളുടെ നിർദ്ദേശങ്ങൾ എപ്പോഴും ഞാൻ പറയുന്ന പോലെ നിങ്ങളുടെ വിലയേറിയ നിർദ്ദേശങ്ങൾ കമൻ്റായിട്ട് അറിയിക്കുക. കമൻ്റായിട്ട് പറയുന്ന എല്ലാ സുഹൃത്തുക്കളുടെയും നിർദ്ദേശങ്ങൾ ഞാൻ നമുക്ക് മാറ്റങ്ങൾ വരുത്തേണ്ട കാര്യങ്ങളൊക്കെ ഒരുപാട് സുഹൃത്തുക്കൾ പറഞ്ഞു തരുന്നുണ്ട്. അതെല്ലാം മാറ്റങ്ങൾ വരുത്തി അടുത്ത വീഡിയോയിൽ ഞാനത് നികത്തുന്നുണ്ട്. അപ്പം കാരണം വേറൊന്നുമല്ല, നിങ്ങൾ ഓരോരുത്തരാണ് നമ്മളെ സബ്സ്ക്രൈബർ നമ്മളെ വളർത്തുന്നത്.
അപ്പം നിങ്ങൾ പറയുന്നതിനെല്ലാം അത്രത്തോളം മൂല്യത്തോടാണ് അതെല്ലാം നമ്മൾ ചെയ്യുന്നത്. അപ്പം ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം, നിങ്ങളുടെ വിലയേറിയ നിർദ്ദേശങ്ങൾ അറിയിക്കണം, ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം. തുടർന്നുള്ള വീഡിയോയിലെല്ലാം നിങ്ങളുടെ നിറഞ്ഞ സപ്പോർട്ട് ഉണ്ടാവണം. അപ്പം അടിപൊളി അടുത്തൊരു സൗണ്ടിൻ്റെ വീഡിയോ ആയിട്ട് കാണുന്നവരെ ബായ്. പിന്നെ ഒരു കാര്യം കൂടെ എടുത്തു പറയാണ്, ക്രോസ് ഓവറിൻ്റെ വീഡിയോ ഞാൻ പുറകെ ചെയ്യുന്നതാണ്. ഞാൻ ആദ്യം പറഞ്ഞിട്ടുണ്ടായിരുന്നു, ഈ വീഡിയോ കാണുമ്പോൾ എല്ലാവരും 2-3 സുഹൃത്തുക്കളുണ്ട്, അവർ എന്നോട് പറയുന്നുണ്ട്, ചേട്ടാ ക്രോസ് ഓവർ ഇട്ടില്ലല്ലോ എന്ന്. അപ്പോൾ ക്രോസ് ഓവർ ഇടുന്നതിൻ്റെ കാര്യം വേറൊന്നുമല്ല, ഹൈ മിഡ് ലോ എന്ന് പറയുന്ന 3 ഫ്രീക്വൻസി സെറ്റാക്കി വെച്ചാൽ നമുക്ക് ക്രോസ് ഓവർ നല്ല രീതിയിൽ നമുക്ക് ഒരു റിവ്യൂ ചെയ്യാൻ പറ്റത്തുള്ളൂ. ഇതിൻ്റെ ട്യൂട്ടർ ഇല്ല. അപ്പോൾ ആ ട്യൂട്ടർ ഒരെണ്ണം സംഘടിപ്പിക്കാനുള്ളൊരു ഓട്ടത്തിലാണ്. അത് കിട്ടിയാൽ ഉടൻ തന്നെ അടുത്ത വീഡിയോ നമ്മൾ ക്രോസ് ഓവറിൻ്റെ ആ പറഞ്ഞ സുഹൃത്തുക്കൾ കൊണ്ട് നമ്മൾ ചെയ്യുന്നുള്ള ഉറപ്പാണ്. അപ്പം അടുത്തൊരു അടിപൊളി വീഡിയോ ആയിട്ട് കാണുന്ന എല്ലാവർക്കും ബൈ. ഓക്കെ.